ഓരോ പ്രാദേശിക പൂരക്കമ്മിറ്റിക്കും വന്ന രാമൻ, രാജശേഖരൻ, കാളി, അയ്യപ്പൻ, അർജുനൻ, ഊട്ടോളി, വിഷ്ണുശങ്കർ ഉൾപ്പെടെയുള്ള ആനകൾ പൊൻസൂര്യനെ സാക്ഷി നിർത്തി പൊന്നിൻ ചമയങ്ങൾ അണിഞ്ഞൊരുങ്ങി കൊയ്ത്തു കഴിഞ്ഞ പാർക്കാടിയുടെ പടിഞ്ഞാറൻ പാടത്ത് തലയെടുപ്പിന്റെയും ലക്ഷണത്തികവിന്റെയും മനോഹാരിത തീർത്ത് നിലയുറപ്പിക്കാൻ തുടങ്ങിയിരിക്കും. അതിനിടയിൽ അവിടെ മറ്റൊന്ന് സംഭവിച്ചു. മാസങ്ങളുടെ വലിയൊരു അധ്വാനമുണ്ടെങ്കിലും ഇനി ഈ വർഷത്തെ പൂരം മറക്കാം. സർഗം കമ്മിറ്റിക്കാർ മാനസികമായി തയ്യാറെടുത്തു തുടങ്ങിയ സമയം കുറച്ചു മാറി വലിയൊരു ആരവം ഉയർന്നു കേട്ടു. കമ്മിറ്റിക്കാർ കൂട്ടമായി അവിടേക്കോടി. ഓടി വരുമ്പോൾ അവർ ഒരു സിഗ്നൽ കണ്ടു. വരില്ലെന്ന് പറഞ്ഞവരെയും അത് ആഗ്രഹിച്ചവരെയും നിരാശപ്പെടുത്തി. എന്നാൽ തന്നെ ബുക്ക് ചെയ്ത കമ്മിറ്റിക്കാരെ ആവേശത്തിന്റെ പരകോടിയിലേക്ക് എടുത്തുയർത്തി മംഗലാംകുന്ന് കർണൻ പാർക്കാടിയുടെ മണ്ണിലിതാ എത്തി. ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന കർണന്റെ ഈ അടുത്തൊന്നും കാണാത്ത മുഖഭാവവും ശരീരം. സഭ കൂടിയവർക്കും മറുവശത്ത് ആയുധമെടുത്തവർക്കും പടകൂട്ടി പന്തം കെട്ടി വരാം. പാർക്കാടി പാടത്തിന്റെ ഗോപുരവാതിലിൽ മംഗലാംകുന്ന് കർണനെന്ന് ഞാനുണ്ടാകും. ത്തിന്റെ ആകെ ശ്വാസം തന്നെ മേലോ പൂരപ്പറമ്പിനെ ഇളക്കി മറിച്ചുകൊണ്ട് കർണാവതാരത്തിന്റെ സിനിമാ സ്റ്റൈൽ രംഗപ്രവേശം. പൂരാഘോഷത്തിന്റെ മണ്ണ് പാർക്കാടിപ്പാടത്തെ ആവേശത്തിന്റെ പരകോടിയിലേക്ക് എടുത്തെറിയപ്പെട്ട നിമിഷം. ആ നിമിഷം സർഗം കമ്മിറ്റിക്കാർ മനസ്സിൽ കരുതിയത് ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട കർണ, നിന്നെപ്പോലെ ഒരാൾ ഈ പൂരപ്പറമ്പിന്റെ രണഭൂമിയിൽ ഇനിയും പിറവികൊള്ളുമെന്ന് കരുതാൻ കഴിയും. നിനക്ക് പകരം വയ്ക്കാൻ മറ്റൊരാൾ അതത്ര എളുപ്പമല്ലത്. നിന്നെ ചോദ്യം ചെയ്യാൻ ഇനി ഒരു പേരും ഈ പൂരപ്പറമ്പിലുണ്ടാകും. നീ തിടമ്പേറ്റ് നിൽക്കുന്ന സമയം വരെയും ഞങ്ങൾ തോൽവി അംഗീകരിക്കും. കടന്നുവന്ന ഇത്തിരി നേരം കൊണ്ടുതന്നെ പൂരപ്പറമ്പിനെ ഒന്നാകെ തന്റെ കാൽച്ചോട്ടിലേക്ക് ആകർഷിച്ച് ആവാഹിച്ച് നെയ്യനങ്ങാതെ മിഴിച്ചിമ്മാതെ തലയുമെടുത്തു പിടിച്ച് ഒരു നിൽപ്പുണ്ട്. ഇന്നോളം പൂരപ്പറമ്പുകളിലെ ക്യാമറകൾ ഒപ്പിയെടുത്തതിൽ വെച്ച് ഏറ്റവും മനോഹരമായ നിലവ് അവിടെ പിറന്നു.